ഞാൻ രണ്ടുപേരെ കൂടെ വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും സുബിയുടെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്റ്റേജുകളിലും ടെലിവിഷൻ ഷോയിലും ഒക്കെ സുബിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരാണ്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും സിനിമാ താരങ്ങളാണ്, ടെലിവിഷൻ താരങ്ങളാണ്, സ്റ്റേജിലെ സ്റ്റാഴ്സാണ്, മിമിക്രി ആർട്ടിസ്റ്റുകളാണ്, അഭിനേതാക്കളാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹരായ രണ്ടാളുകൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കലാഭവൻ പ്രജോത് ആൻഡ് ടിനി ടോം. എൻ്റെ ഒരു സുബിയെ ഫീൽഡിലേക്ക് കണ്ടെത്തി കൊണ്ടുവരുന്നതിൽ ഒരാൾ ടിനിച്ചേട്ടനാണ്. അല്ല, എന്താന്ന് വെച്ചാൽ സിനിമയില ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഡയാന സിൽവസ്റ്റർ ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ കൂടെ പ്രോഗ്രാമിനൊക്കെ ഡാൻസ് ചെയ്യുന്ന സെൻട്രൽ കളിക്കുന്ന ഒരു കൊച്ചി, വളരെ സ്ലിം ആയിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ സ്കിറ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ സെയിൻറ്റ് റസസിൽ പ്രീ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോണത്. അന്ന് 3-4 പേരുള്ളൂ സിനിമയില എന്ന് പറയുന്നത്. ഇപ്പോൾ തോമസ് തോപ്പിൽക്കുടി, സാജു കുടിയൻ, ഹരിശ്രീ മാർട്ടിൻ, പിന്നെ സുബി. അങ്ങനെ ഈ കൂട്ടത്തിലേക്ക് സാധാരണ സ്ത്രീ കഥാപാത്രങ്ങൾ ആണുങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സുബി വരികയും ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ഡയാന സിൽവസ്റ്ററിന് ഭയങ്കരമായിട്ട് ഈ കുട്ടി നല്ല പെർഫോമറാണല്ലോ എന്ന് വെച്ച്. അത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. അത് ആദ്യം ഫ്ലോറിലായിരുന്നു, പുളിയറക്കോണത്തായിരുന്നു. പിന്നെ വരാപ്പുഴയിലൊരു വീട്ടിലൊരു പ്രേതങ്ങളെ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പോഴും ഞാൻ സുബിയുടെ ലാസ്റ്റ് യാത്രയിൽ ഞാൻ സുബീനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രാവലറിൽ. അപ്പോഴും ഞാൻ ഓർത്തു, ആദ്യത്തെ ഷൂട്ട് ചെയ്തത് വരാപ്പുഴയിലാണ്. അവളുടെ ലാസ്റ്റ് യാത്ര അതിന് കാരണം അന്ന് ഞാൻ എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത്, കാറിൽ. ഫസ്റ്റ് ഷൂട്ടിനും ഈ യാത്രയിൽ ഞാനാണ്. അപ്പം ഞാനത് കൂടുതൽ പറയാനുള്ളത് ഇമോഷണലായി പോകും. അപ്പം അത്ര ഇമോഷണലിലേക്ക് പോകണില്ല. അപ്പം അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. അതിനുശേഷം ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സിസ്റ്റർ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് സുബി. ലാസ്റ്റ് അഭിനയിച്ച സിനിമയിൽ, അതായത് ഡ്രാമ എന്ന് പറയുന്ന രഞ്ജിത്ത് സാറിൻ്റെ പടത്തിൽ എൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെല്ലാം നിമിത്തങ്ങളായിട്ടാണ് വന്നത്. പിന്നെ ഇപ്പോൾ ഷാജോണൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏത് വിടവും നികത്തുന്ന ആളായിരുന്നു. ഇന്ന റോളില്ല, 2 ഡബിൾ റോൾ ചെയ്യണോ, അത് ചെയ്യും. ഡാൻസിനോ ഇപ്പോൾ നമ്മൾ ഒരുപാട്, ഇപ്പോൾ പണ്ടൊക്കെ 1 മാസം നമ്മൾ ഗൾഫിലൊക്കെ ഷോന് പോകുമ്പോൾ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമാണ്. കാരണം ഇപ്പം രാത്രിയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞാലും വീട്ടുകാർക്ക് ഭയങ്കര ധൈര്യമാണ് നമ്മുടെ ഒപ്പം വിടാൻ. കാരണം നമ്മുടെ സ്വന്തം സഹോദരിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് എത്ര പറഞ്ഞാലും തീരില്ല. സുബിയെ കുറിച്ച് ഇപ്പോൾ പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പുള്ളിക്കാരിയുടെ ഓരോ സന്തോഷങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു. വിഷമങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല. അതാണ് അവസാനത്തെ വിഷമം ഞാൻ അറിയാതെ പോയത്. ലാസ്റ്റ് ഒരു 12ാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത്. സുബി മരിക്കുന്നതിന് 12ാം ദിവസം മുമ്പാണ് സുബിയുടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോഴും സുബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരും പറയരുതെന്നാണ് പറഞ്ഞത്.